ഹലോ എവരിവൺ, ലേൺ 24ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കൊമേഴ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും +1 റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ +1 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴാണ്? +2ൻ്റെ കൂടെയാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും രണ്ടും പഠിക്കണം. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റി എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുള്ളത് എക്സാം പോയിന്റ് എന്ന് പറയുന്ന ഗൈഡ് വെച്ചിട്ടാണ്. ഈ എക്സാം പോയിന്റ് പറഞ്ഞ ഗൈഡിൽ നോട്ട്സ് മാത്രമല്ല അഡീഷണൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗൈഡാണ് എന്ത്, എക്സാം പോയിന്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോയും എക്സാം പോയിന്റും കറക്റ്റായ രീതിയിൽ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും A+ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും ഫസ്റ്റ് ചാപ്റ്ററിലോട്ടേക്ക് കടക്കാം. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ +1 ഒരു കുറേ ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു 4-5 ചാപ്റ്ററോളം നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത്, പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ആ മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ സമ്മറിയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് മുമ്പായി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് പ്രോഗ്രാം അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താ? അപ്പോൾ നിങ്ങൾ കുറേ കാലമായി കേൾക്കുന്നുണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നൊക്കെ അല്ലേ. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. കാരണം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് എഴുതാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ. മനസ്സിലായോ? എന്ന് വെച്ചാൽ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അത് എഴുതാൻ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ എഴുതാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് എന്ത് പറയുന്നത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ട് കാണും ജാവ, CPP എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ C++ എന്ന് പറയുന്നത് എന്താണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് പക്ഷേ എന്ത് മാത്രമേ പഠിക്കാനുള്ളൂ, C++ അല്ലെങ്കിൽ CPP മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ CPP അല്ലെങ്കിൽ C++ ഉണ്ടായിട്ടുള്ള എങ്ങനെയാണ്, C എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇന്ന് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് ഉണ്ടായിട്ടുള്ള ലാംഗ്വേജ് ആണ് എന്ത്, C++ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ടോക്കൺസ് ആണ്. അപ്പോൾ ഈ ടോക്കൺസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എല്ലാ ക്വസ്റ്റ്യൻ ഇപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ടോക്കൺസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ടോക്കൺസ്? ടോക്കൺസ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ C++ പ്രോഗ്രാം. കാരണം ഒരു C++ പ്രോഗ്രാമിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടോക്കൺസ് എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു വീട് വെക്കുമ്പോൾ നമുക്ക് കുറേ കല്ലൊക്കെ വേണ്ട ബിൽഡിംഗ് ബ്ലോക്കൊക്കെ ആയിട്ട്, അതേപോലെ തന്നെ ഒരു C++ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോക്കൺസ് എന്ന് വിളിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? കാരണം ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ C++ പ്രോഗ്രാം ആർ കോൾഡ് ടോക്കൺസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ടോക്കൺസിന് നമ്മൾ മെയിനായിട്ട് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഈ 5 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ടോക്കൺസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് ഓരോന്നും നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, കീവേഡ്സ് ആണ്. അപ്പോൾ ഈ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്, റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് കൺവേ ദ സ്പെസിഫിക് മീനിങ് ടു ദ ലാംഗ്വേജ് കമ്പൈലർ. എക്സാമ്പിൾ ഇൻറ്റ്, ഫോർ, ഡു, എക്സെട്ര. അപ്പോൾ ഈ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്, റിസർവ്ഡ് ആയിട്ടുള്ള ഒരു വേർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കീവേഡ്. കാരണം റിസർവ്ഡ് വേർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ആർക്ക് മനസ്സിലാവണം, കമ്പയറിന് മനസ്സിലാവുന്ന റിസർവ്ഡ് വേർഡിനെയാണ് നമ്മൾ കീവേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഡിജർ അല്ലേ, ഈ ഇൻഡിജറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡ് എന്ന് പറയുന്നത് ആണല്ലോ. അപ്പം അതേപോലെ തന്നെ ക്യാരക്ടറിനെയാണ് നമ്മൾ ക്യാർ എന്ന് കാണിക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള, കാരണം ഈ ഇൻഡിജർ നമ്മൾ ഇൻഡ് എന്ന് കൊടുത്താൽ മാത്രമേ ഈ കമ്പൈലറിന് മനസ്സിലാവുള്ളൂ അത് എന്താണെന്ന്, ഇൻഡിജർ എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഇൻഡിജർ നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ കമ്പൈലർ എന്ന് വെച്ചാൽ ആരാണ്, നമ്മൾ ട്രാൻസ്ലേറ്റ്, നമ്മൾ മെഷീൻ ലാംഗ്വേജിനകത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ് ഈ കമ്പൈലർ എന്ന് പറയുന്നത് അല്ലേ. കമ്പ്യൂട്ടർ മെഷീനാണല്ലോ, അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലോട്ടേക്ക് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ് കമ്പൈലർ എന്ന് പറയുന്നത്. അപ്പം ഈ കമ്പൈലറിന് ഇൻഡിജറിന് പകരം ഇൻഡെന്ന് എഴുതിയാൽ മാത്രമേ എന്ത് മനസ്സിലാവുള്ളൂ, അതൊരു ഇൻഡിജറാണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള റിസർവ്ഡ് വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കീവേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വേർഡ്സ് അതിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അല്ലാതെ എല്ലാത്തിനും വേണ്ടി കയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് എഴുതാനോ യൂസ് ചെയ്യാനോ പറ്റില്ല. അങ്ങനെ വരുന്ന റിസർവ്ഡ് വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കീവേഡ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഐഡൻറ്റിഫയേഴ്സ് ആണ്. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, user defined words to identify the memory location
സ്റ്റേറ്റ്മെന്റ് എക്സെട്രയാണ്. കാരണം ഒരു യൂസർ ഡിഫൈൻ വേർഡ് ആണ്. കാരണം ഐഡന്റിഫയേഴ്സ് എന്ന് വെച്ചാൽ എന്താ, യൂസേഴ്സ്, നമ്മൾ ഓരോരുത്തരും ഡിഫൈൻ ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ഐഡന്റിഫൈ ദ മെമ്മറി ലൊക്കേഷൻ ആൻഡ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഓരോ മെമ്മറി ലൊക്കേഷൻസും സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂസർ ഡിഫൈൻ വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഐഡന്റിഫയേഴ്സിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വേരിയബിൾസ് ഉണ്ട്, അതേപോലെ തന്നെ ലേബൽസ്, ഫംഗ്ഷൻ നെയിം, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഐഡന്റിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഡന്റിഫയേഴ്സ് എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്, വേരിയബിൾസ്, ലേബൽസ്, ഫംഗ്ഷൻ നെയിം, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായി നിങ്ങൾക്ക്, എന്ന് വെച്ചാൽ ഒരു യൂസർ ഡിഫൈൻ വേർഡ് ആണ്. കാരണം നമുക്ക് മെമ്മറി ലൊക്കേഷൻസും സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു യൂസർ ഡിഫൈൻ വേർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ലിറ്ററൽസ് ആണ്. ലിറ്ററൽസ് എന്ന് പറയുന്നത് എന്താ, ടോക്കൺസ് ദാറ്റ് ഡു നോട്ട് ചേഞ്ച് ദ വാല്യൂ ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ. നമ്മൾ ആ ഒരു പ്രോഗ്രാം, നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. ഈ എയുടെ വാല്യൂ ഈ പ്രോഗ്രാം റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത വരെ എന്ത് തന്നെയായിരിക്കും, എയുടെ വാല്യൂ എന്തായിരിക്കും, 5 ആയിരിക്കും. അതിൽ എന്ത് വരുന്നില്ല, ഒരു ചേഞ്ചിന് വരില്ല. അങ്ങനെ ചേഞ്ച് ആവാതെ നിൽക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ടോക്കൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിറ്ററൽസ് എന്ന് പറയുന്നത്. മനസ്സിലായി നിൽക്കുക ഈ ഒരു പ്രോഗ്രാം. കാരണം ഈ എയുടെ വാല്യൂ എന്താവുന്നില്ല, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് റൺ ആവുന്ന വരെ എന്തായിരിക്കും, ആ എയുടെ വാല്യൂ എന്തായിരിക്കും, 5 തന്നെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ വരുന്ന ടോക്കൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഈ ലിറ്ററൽസ് നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻറ്റിജർ കോൺസ്റ്റന്റ്, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ്, ക്യാരക്ടർ കോൺസ്റ്റന്റ് ആൻഡ് സ്ട്രിംഗ് കോൺസ്റ്റന്റ്, 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ സിംഗിൾ കോട്ട്സിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യാരക്ടർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡബിൾ കോട്ട്സിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 4ാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പങ്ക്ച്വേറ്റേഴ്സ് ആണ്. ഈ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈസിയാണ്, ഒന്നുമില്ല, ജസ്റ്റ് ലൈക്ക് എന്താണ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ്. ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, കോമ, സെമി കോളൻ, അതേപോലെ തന്നെ ഡോട്ട്, അങ്ങനെ വരുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് മെയിനായിട്ട് വരുന്ന 4 എന്തെന്ന് പറയുന്ന ടോക്കൺസ്. അതിൽ 5ാമത്തെ ടോക്കൺസ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോക്കൺസ്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓപ്പറേറ്റേഴ്സ് ആണ്. ഈ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിമ്പിൾസ് ദാറ്റ് ക്യാൻ പെർഫോം ദ ഓപ്പറേഷൻസ്. കാരണം സിമ്പിൾസ് അനുസരിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A+B, ഈ A+Bയിൽ പ്ലസ് ആണ് എന്തെന്ന് പറയുന്നത്, ഓപ്പറേറ്റർ അല്ലേ, അവിടെ അഡീഷൻ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പം ഈ എയും ബി എന്താണ്, ഓപ്പറാൻഡ് ആണ്. എയും ബി എന്താണ്, ഓപ്പറാൻഡ് ആണ്. പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, ഓപ്പറേറ്റർ ആണ്. അപ്പം ഈ ഓപ്പറേറ്റേഴ്സ് മനസ്സിൽ എന്താണ്, സ്പെഷ്യൽ ദാറ്റ് ക്യാൻ പെർഫോം ദ സിമ്പിൾ ദാറ്റ് ക്യാൻ പെർഫോം ദ ഓപ്പറേറ്റർ. കാരണം നമ്മളൊരു സിമ്പിൾ വെച്ച് നമ്മൾ എന്ത് പെർഫോം ചെയ്യുന്നതാണ് എന്ത്, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്, അരിതമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അല്ലേ. അപ്പം ദർ ആർ സം, അത് കൂടാതെ തന്നെ കുറേ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് അരിതമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ദെൻ ലാസ്റ്റ് വൺ എന്താണ്, മോഡുലസ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന എന്താണ്, മോഡുലസ് ആണ്. ഈ മോഡുലസ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ മോഡുലസ് ഓപ്പറേറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിമൈൻഡർ സേവ് ചെയ്യാൻ വേണ്ടി, നമ്മൾ റിമൈൻഡർ എന്ത് ചെയ്യണം, സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോഡുലസ് ഓപ്പറേറ്റേഴ്സ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കാം, നമുക്ക് 5/2 എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അത് സാധാരണ രീതിയിൽ സേവ് ചെയ്യുന്ന എന്താണ്, 2 എന്ന് പറയുന്ന ആൻസർ മാത്രമേ സേവ് ചെയ്യുള്ളൂ. നമുക്ക് നോർമലി നമുക്കറിയാം 2.5 ആണ് എന്ത്, 5/2 എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ റിമൈൻഡർ ആണ് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ഓപ്പറേറ്റർ യൂസ് ചെയ്യും, 5/2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, 1 ആയിരിക്കും. പറഞ്ഞ മനസ്സിലായി. അപ്പോൾ നമ്മൾ മോഡുലസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, റിമൈൻഡർ നമുക്ക് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ റിമൈൻഡർ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, മോഡുലസ് ഓപ്പറേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റിലേഷൻ ഓപ്പറേറ്റർ. റിലേഷൻ നമ്മൾ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ തുടങ്ങിയ ഓപ്പറേറ്റേഴ്സ് ആണ് എന്ത്, റിലേഷൻ ഓപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, ലോജിക്കൽ ആണ്. എന്താണ്, ഓർ, ആൻഡ്, നോട്ട് ഈക്വൽ ടു ആണ് ലോജിക്കൽ. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്താണെന്ന് ഓർത്ത് വെക്കുക. ഇതാണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. ദെൻ അതുകൂടാതെ ദർ ആർ സം സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഗെറ്റ് ഫ്രം, അതേപോലെ തന്നെ എന്താണ്, പുട്ട് ടു, അസൈൻമെന്റ് ഓപ്പറേറ്റർ. എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് എക്സാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈക്വൽ ടു, അതേപോലെ തന്നെ ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A = 5ഉം A അസൈൻമെന്റ് 5 ആണെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ A = 5 എന്ന് വെച്ചാൽ എന്താ, എയുടെ വാല്യൂ എന്താണ്, 5 ആണ്.
ഈ അസൈൻമെന്റ് 5 എന്ന് വെച്ചാൽ എന്താ, എന്റെ അകത്തേക്ക് അസൈൻ ചെയ്യാണ്, എൻ്റെ എയുടെ അകത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണ്, 5 ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. ഇവിടെ എ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ എയുടെ വാല്യൂ എന്താണ്, 5 ആണ്. ഇവിടെ ഈ അസൈൻ 5 എന്ന് പറയുമ്പോൾ എന്താണ്, എ എന്ന് പറയുന്നതിനകത്തേക്ക് സ്റ്റോർ ചെയ്താണ് എന്ത്, 5 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കിപ്പം ഗെറ്റ് ഫ്രം പുട്ട് ടു നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പ്രോഗ്രാം എഴുതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ സിമ്പിൾസ് ഒക്കെ. ഇതൊക്കെ നമുക്ക് പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കുറച്ച് അനദർ കാറ്റഗറി ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ്. അതിനകത്ത് പറയുന്നത് എന്താണ്, ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, ദെൻ അരിത്തമാറ്റിക് അസൈൻമെന്റ് തുടങ്ങിയ ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളിപ്പോൾ എഴുതാറുണ്ട് I++, അല്ലേ. നമുക്കിപ്പോൾ I++ എന്താ, I+1 എന്നാണ് ഈ I++ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ I മൈനസ് എന്ന് പറയുമ്പോൾ എന്താ, I-1 എന്നാണ് I- കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഇൻക്രിമെന്റ് എന്നും ഇതിന് നമ്മൾ എന്ത് വിളിക്കും, ഡിക്രിമെന്റ്. ദെൻ അതുകൂടാതെ വരുന്നതാണ് അരിത്തമാറ്റിക് അസൈൻമെന്റ്. അരിത്തമാറ്റിക് അസൈൻമെന്റ് എന്തൊക്കെയാണ് വരുന്നത്, പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, അതേപോലെ ഡിവിഷൻ ഈക്വൽ ടു, മോഡുലസ് ഓപ്പറേറ്റർ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ സ്പെഷ്യൽ കാറ്റഗറീസ് ആണ്, ജസ്റ്റ് ഓർത്ത് വെക്കുക നിങ്ങൾ, അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, X++ എന്ന് പറയുമ്പോൾ എന്താ, X ഈക്വൽ ടു X+1 ആണ്. മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ്, X ഈക്വൽ ടു X-1 ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ്. ടോക്കൺസ് ഓക്കെ ആണ് എല്ലാവർക്കും. അപ്പോൾ ടോക്കൺസ് എന്ന് പറയുന്നത് എന്താണ്, ബേസിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടോക്കൺസ്. കാരണം ഒരു പ്രോഗ്രാമിങ്ങിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടോക്കൺസ് എന്ന് പറയുന്നത്. ടോക്കൺസ് എത്ര ടൈപ്പ് ഉണ്ട്, 5 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ദെൻ ലാസ്റ്റ് വൺ എന്താണ്, ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്, റിസർവ്ഡ് ആയിട്ടുള്ള വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കീവേഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള വേർഡ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഐഡന്റിഫൈ ദ മെമ്മറി ലൊക്കേഷൻസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൂടാതെ നമ്മൾ പഠിച്ചില്ല മൂന്നാമത്തെ ലിറ്ററൽസ് ആണ്. ലിറ്ററൽ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു വാല്യൂ നമ്മൾ എന്താണോ വാല്യൂ കൊടുത്തത്, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നവർ എന്തായിരിക്കും, ആ വാല്യൂല് ചേഞ്ച് വരില്ല. അപ്പോൾ ലിറ്ററൽസ് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റിജർ കോൺസ്റ്റന്റ്, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റ്, ക്യാരക്ടർ ആൻഡ് എന്താണ്, സ്ട്രിംഗ് കോൺസ്റ്റന്റ്. ഇത് നെക്സ്റ്റ് നാലാമത്തെ എന്തായിരുന്നു, പങ്ക്ച്വേറ്റേഴ്സ് ആണ്. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണ്. നമ്മൾ കോമ, സെമിക്കോളൻ തുടങ്ങിയ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയാണ് എന്ത്, നമ്മൾ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് ആണ്. ഓപ്പറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു സിമ്പിൾസ് ദാറ്റ് ക്യാൻ പെർഫോം ആണ്. നമ്മളൊരു സിമ്പിൾ വെച്ച് പെർഫോം ചെയ്യുന്നതാണ് എന്ത്, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് വരുന്നത്, അരിത്തമാറ്റിക്, അതേപോലെ തന്നെ റിലേഷൻ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യം എല്ലാവർക്കും ഓക്കെ ആണോ, മനസ്സിലായില്ലേ? അടുത്തത് ഡാറ്റ ടൈപ്സ്. അപ്പോൾ എന്താണ് ഡാറ്റ ടൈപ്സ്, ആ പേര് തന്നെ ഡാറ്റ ടൈപ്പ്. ഡാറ്റയുടെ ടൈപ്പ് എന്താണ്, അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. These are means to identify the type of data and associated operations. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയുടെ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കുന്നതാണ് എന്ത്, ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ടൈപ്പ് നമുക്ക് മെയിനായിട്ട് നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്, യൂസർ ഡിഫൈൻഡ് ആൻഡ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. ഇങ്ങനെ 3 നമ്മൾ ക്ലാസിഫൈ ചെയ്യും. നമുക്ക് ജസ്റ്റ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് മാത്രമേ നമുക്ക് നോക്കുന്നുള്ളൂ. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻറ്റിജർ. ക്യാർ എന്ന് വെച്ചാൽ എന്താ, ക്യാരക്ടർ. ദെൻ ഫ്ലോട്ട് എന്താ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്. ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഡെസിമൽസ്, ഇപ്പോൾ പോയിന്റ് വരുന്നതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഫ്ലോട്ട് എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഇൻഡ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫ്ലോട്ട് എ എന്ന് വെച്ച് നമുക്ക് അതിനകത്ത് എന്തും കൂടെ കൊടുക്കാൻ വേണ്ടി പറ്റും, പോയിന്റും. ഇപ്പോൾ നമുക്കിപ്പോൾ 2.0 ആയാലും നമുക്ക് എന്തില്ല, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇൻറ്റിജർ വാല്യൂ കൊടുത്തിട്ട് 2.0 കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഫ്ലോട്ട് കൊടുത്താൽ നമുക്ക് 2.0, കാരണം പോയിന്റ് വരുന്ന ഡെസിമൽസ് വരുന്നതിനാണ് എന്ത്, ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണ്. അപ്പോൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്ത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് മനസ്സിലാക്കുന്നതാണ് എന്ത്, ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ടൈപ്പ് മോഡിഫയറും ടൈപ്പ് കൺവേർഷൻസ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈപ്പ് മോഡിഫയേഴ്സ് ആർ യൂസ്ഡ് ടു മോഡിഫൈ ദ സൈസ് ഓഫ് മെമ്മറി സ്പേസ് ആൻഡ് റേഞ്ച് ഓഫ് ഡാറ്റ സപ്പോർട്ടഡ് ബൈ ദ ബേസിക് ഡാറ്റ ടൈപ്പ്. അതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. കാരണം ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മോഡിഫൈ ദ സൈസ് ഓഫ് മെമ്മറി സ്പേസ് ആൻഡ് റേഞ്ച് ഓഫ് ഡാറ്റ സപ്പോർട്ടഡ്. കാരണം നമ്മൾ എന്താ മോഡിഫൈ ചെയ്യുക, നമുക്കറിയാമല്ലോ, നമ്മൾ മോഡിഫൈ എന്ന് പറയുമ്പോൾ എന്താ, അതിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ നമ്മളിവിടെ എന്തിനാണ് മാറ്റങ്ങൾ വരുത്തുന്നത്, മോഡിഫൈ ദ സൈസ് ഓഫ് മെമ്മറി സ്പേസ് ആൻഡ് റേഞ്ച് ഓഫ് ദ ഡാറ്റ സപ്പോർട്ടഡ് ബൈ ദ ബേസിക് ഡാറ്റ ടൈപ്പ്. എന്ന് വെച്ചാൽ ചില നമുക്ക് ഡാറ്റാസ് കൊടുക്കുമ്പോൾ ചില മെമ്മറി സ്പേസ് കൂടുതലായിട്ട് വേണ്ടി വരും. പ്രോഗ്രാം നമ്മൾ ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവാം. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക, മെമ്മറി സ്പേസ് നമുക്ക് കൂട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്,
ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം ആ ഒരു മെമ്മറി സ്പേസും അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ഡാറ്റയൊക്കെ അതിൻ്റെയൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ടൈപ്പ് മോഡിഫയർ എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് മനസ്സിലായി എന്താണ് ഇതിൻ്റെ മെമ്മറി സ്പേസ് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ മോഡിഫൈ ചെയ്യുക. നമ്മൾ മെമ്മറി സ്പേസ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, അല്ലെങ്കിൽ മെമ്മറി സ്പേസും ആ ഒരു ഡാറ്റയുടെ റേഞ്ചൊക്കെ നമ്മൾ എന്താണ് മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് പറയുന്ന കീവേഡ് ആണെന്ത് സൈൻഡ്, അൺസൈൻഡ്, ഷോർട്ട്, ലാർജ് ഒക്കെ ആണ് എന്ത് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. ടൈപ്പ് മോഡിഫയർ കാരണം കീവേഡ് അൺസൈൻഡ്, സൈൻഡ്, ഷോർട്ട്, ലോങ് ഒക്കെ എന്താണ് ടൈപ്പ് മോഡിഫയേഴ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ ടൈപ്പ് കൺവേർഷൻ ആണ്. കാരണം കൺവേർട്ട് ചെയ്യുക, നമ്മൾ ഒന്നിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ പേരത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്താണ് കൺവേർഷൻ. കൺവേർഷൻ എന്ന് പറയുമ്പോൾ ഒന്നിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കാം, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡാറ്റ ടൈപ്പ് ഓഫ് ഓപ്പറാൻഡ് ഫ്രം വൺ ടു അനദർ ഡ്യൂറിങ് ദ ആൻ ഓപ്പറേഷൻ. കാരണം ഒരു ഓപ്പറേഷൻ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡാറ്റ ടൈപ്പിനെ നമ്മൾ ഒന്നിന്ന് മറ്റൊന്നിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യനെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതാണ്. ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ആവറേജ് കാണുന്ന പ്രോഗ്രാമാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മളെല്ലാം ഇൻഡ് എന്ന് കൊടുത്തു. ഇപ്പോൾ ഇൻഡ് എ ഈക്വൽ ടു ഇൻഡ് എ ഇൻഡ് എന്താണ് ബി എന്ന് നമ്മൾ കൊടുത്തു. ദെൻ ഇൻഡ് സി എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ 3 ആണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ആവറേജ് കാണുമ്പോൾ മേ ബി നമുക്ക് എന്ത് വരാം, ഡെസിമൽ പോയിന്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്തിനാ കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, ഫ്ലോട്ടിംഗ് പോയിന്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു. പറഞ്ഞാൽ മനസ്സിലായി? അപ്പോൾ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡാറ്റ ടൈപ്പ് ഓഫ് ഓപ്പറാൻഡ്സ് ഫ്രം വൺ ടു അനദർ ഡ്യൂറിങ് ആൻ ഓപ്പറേഷൻ. കാരണം ഒരു ഓപ്പറാൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രോഗ്രാം സമയത്ത് നമ്മൾ എന്ത് കൺവേർട്ട് ചെയ്യുക, ഒന്നിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. കാരണം ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ദ ഐദർ കമ്പൈലർ ഓർ പ്രോഗ്രാം. നമ്മൾ ഇതിനകത്ത് ആരൊക്കെ ചെയ്യുന്നത്, ഒന്നെങ്കിൽ കമ്പൈലർ ആയിരിക്കും ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരായിരിക്കും, നമ്മളാണ് പ്രോഗ്രാമർ ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ടൈപ്പ് കൺവേർഷൻസ് നടത്തുന്നത്. ഓക്കെ ആണോ? പറഞ്ഞാൽ മനസ്സിലായി? അപ്പോൾ ഈ ടൈപ്പ് കൺവേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് കൺവേർഷൻ ഒന്നെങ്കിൽ ചെയ്യുന്നത് ആരാണ്, കമ്പൈലർ ആയിരിക്കും, ഒന്നെങ്കിൽ ആരായിരിക്കും, പ്രോഗ്രാമർ ആയിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് കൺവേർഷൻ നമ്മൾ 2 ടൈപ്പ് ഉണ്ട്, ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻസും. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് നോക്കുന്നത് ഇംപ്ലിസിറ്റ് ആണ്. ഇംപ്ലിസിറ്റ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത് ടൈപ്പ് പ്രൊമോഷൻ എന്ന്. ഇങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട് ടൈപ്പ് പ്രൊമോഷൻ എന്ന്. ഈ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആണ്. അപ്പോൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് കൺവേർഷൻ ഈസ് ഡൺ ബൈ ദ കമ്പൈലർ. കാരണം നമ്മൾ പറഞ്ഞത് നേരത്തെ കൺവേർഷൻ ആരൊക്കെ ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമർക്കും ചെയ്യാം, കമ്പൈലർക്കും ചെയ്യാം. കമ്പൈലർ ചെയ്യുന്ന കൺവേർഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞത്. പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ആ കൺവേർഷൻസ് കമ്പൈലർ ആണ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ മറ്റൊരു പേരാണ് എന്ത് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് ടൈപ്പ് കൺവേർഷൻ ഡാറ്റ ടൈപ്പ് ഓഫ് ലോവർ സൈസ് ഓപ്പറാൻഡ് ഈസ് കൺവേർട്ട് ടു ദ ഹയർ സൈസ്. കാരണം ഇതിനകത്ത് എന്താ നടക്കുന്നത്, ലോവർ സൈസ് ആയിട്ടുള്ള കിടക്കുന്ന ഡാറ്റ ടൈപ്പിനെ എന്താക്കി മാറ്റും, ഹയർ സൈസിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. മറക്കരുത്, ഇത് ആരാ ചെയ്യുന്നത്, കമ്പൈലറാണ്. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, കമ്പൈലർ ടൈപ്പ് കൺവേർഷൻ ചെയ്യുന്നതിനെയാണ് എന്ത് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ലോവറിനെ നമ്മൾ എന്തിലോട്ടേക്ക് മാറ്റാണ്, ഹയറിലോട്ടേക്ക് മാറ്റാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഇൻറ്റ് എക്സ് ഈക്വൽ ടു 10 ഫ്ലോട്ട് വൈ ഈക്വൽ ടു 3.0 എന്ന് കൊടുത്തു. അപ്പോൾ ഫ്ലോട്ട് സെറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ് ഡിവൈഡ് ബൈ വൈ ആണ്. അപ്പോൾ റിട്ടേൺ നമുക്ക് എന്താ കിട്ടുന്ന ആൻസർ, ഇപ്പോൾ 10 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ ഫ്ലോട്ട് ആയതുകൊണ്ട് തന്നെ എന്ത് കിട്ടും ആൻസർ, 3.33 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഹിയർ 10 ഡിവൈഡ് ബൈ 3.0, കാരണം ഇൻറ്റ് ഡിവൈഡ് ബൈ ഫ്ലോട്ട് ആണ് ഓപ്പറേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി എന്ത് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ഇൻറ്റിനെ നമ്മൾ ഫ്ലോട്ടിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ്. കാരണം ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹയർ വാല്യൂ ആണ്. അപ്പോൾ ഇൻറ്റ് എന്ന് പറയുന്നത് ലോവർ ആണ്. അപ്പോൾ ലോവറിൽ നിന്ന് ഹയറിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത് ഇംപ്ലിസിറ്റ് കൺവേർഷൻ. ഇത് ആരാ ചെയ്യുന്നത്, കമ്പൈലർ ആണ്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ? ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ആണ്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് എന്താ, മറ്റൊരു പേരെന്താ ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. മറ്റേത് എന്താ, ടൈപ്പ് പ്രൊമോഷൻ ആണ് ഇംപ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റ് എന്താണ്, ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ആര് ചെയ്യുന്നതാണ്, പ്രോഗ്രാമർ ആണ് കൺവേർട്ട് ചെയ്യുന്നത്. നേരത്തെ ആരാ കൺവേർട്ട് ചെയ്യുന്നത്, കമ്പൈലർ ആണ്. എന്തിൽ, ഇംപ്ലിസിറ്റിൽ. ദെൻ എക്സ്പ്ലിസിറ്റിൽ ആരാ കൺവേർട്ട് ചെയ്യുന്നത്, പ്രോഗ്രാമർ ആണ്. പ്രോഗ്രാമർ കൺവേർട്ട് ചെയ്യുന്ന കൺവേർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത്.
ഇൻ ദിസ് കൺവേർഷൻ റിക്കോർഡ് ദ ഡാറ്റ ടൈപ്പ് ഈ സ്പെസിഫൈ ദ പ്രോഗ്രാമർ ബിഫോർ ദ ഓപ്പറാൻഡ് ഇൻ ദ പാരന്തസിസ്. കാരണം നമ്മളിപ്പം പ്രോഗ്രാം തുടങ്ങുന്നതിനേക്കാളും മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമർ ഒരു പാരന്തസിസ്, കാരണം ബ്രാക്കറ്റിനുള്ളിൽ എന്ത് ചെയ്യും, അത് ഡിനോട്ട് ചെയ്യും. എന്താണ് കൺവേർട്ട് ചെയ്യുന്നത് പ്രോഗ്രാമർ ആദ്യം എന്ത് ചെയ്യും, കാണിച്ചു വെക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്. കാരണം എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രോഗ്രാമർ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A = 10 ഫ്ലോട്ട് B = കൊടുത്തു. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുത്തു, ഫ്ലോട്ട് ഓഫ് A എന്ന് കൊടുത്തു. കാരണം മേ ബി എന്താവാം, ഈ എയുടെ വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഗ്രാം എഴുതുന്ന സമയത്തിന് ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കൊടുത്തു, ഫ്ലോട്ട് A /3 എന്ന് കൊടുത്തു. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് വരും ആൻസർ, കാരണം ഇവിടെ ഇൻഡ് A എന്നാണ് കൊടുത്തത്, പക്ഷേ ഇവിടെ ബ്രാക്കറ്റിൽ A ഫ്ലോട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് വരുള്ളൂ, 3.33 എന്ന് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കൺവേർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയും. ഇത് ആരാ ചെയ്യുന്നത്, പ്രോഗ്രാമറാണ്. പ്രോഗ്രാമർ എങ്ങനെയാണ് ചെയ്യുന്നത്, കാരണം പ്രോഗ്രാം എഴുതുന്ന മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പാരന്തസിസിനുള്ളിൽ അല്ലെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സംഭവം നമ്മൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ട് കൺവേർഷൻസ് മനസ്സിലായാലും നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു, ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ്. ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കമ്പൈലർ ചെയ്യുന്നതാണ് എന്ത്, ഇംപ്ലിസിറ്റും. എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, പ്രോഗ്രാമർ ചെയ്യുന്നതാണ് എന്ത്, എക്സ്പ്ലിസിറ്റും. ദെൻ ഇംപ്ലിസിറ്റ് പറയുന്നുണ്ട് നമ്മൾ ലോവറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹയറിലോട്ടേക്ക് മാറ്റുന്നതാണ് എന്ത്, ഇംപ്ലിസിറ്റും. എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാമർ തന്നെ ആ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും പാരന്തസിസിനുള്ളിൽ എഴുതുന്നതാണ് എന്ത്, എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ എല്ലാവർക്കും, ഓക്കെ അല്ലേ. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ഇൻ C++. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ്മെന്റ് ആർ ദ ബേസിക് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടബിൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നിങ്ങൾ പ്രോഗ്രാം എഴുതിയ ആൾക്കാരാണെങ്കിൽ ഏറ്റവും അവസാനം സെമികോളൻ ഇടാറില്ലേ, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ്. കാരണം സെമികോളൻ എല്ലാ ആ ഒരു സെന്റൻസ് എന്തായിരിക്കും, സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. കാരണം സ്റ്റേറ്റ്മെന്റ് ആർ ദ ബേസിക് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ C++ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്തുണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. യൂസ് ടു ഡിക്ലെയർ ദ വേരിയബിൾസ് ഇൻ എ പ്രോഗ്രാം. നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നതിനേക്കാൾ മുമ്പേ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻഡ് n എക്സ് എന്നൊക്കെ എഴുതാറില്ല. കാരണം നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്യും, ഇൻഡ് എന്ന് പറയുന്ന എന്നും എക്സ് ഒക്കെ എന്താണ്, ഇൻറ്റീജർ ആണ് അല്ലേ. അങ്ങനെ പറയുന്നതാണ് എന്ത്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്. നമ്മൾ ആദ്യം ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ ഫ്ലോട്ട് അല്ലേ, നിങ്ങൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഫ്ലോട്ട് A അല്ലെ, ഇൻഡ് എക്സ് എന്നൊക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ആ ഒരു ആഷ് ഇൻക്ലൂഡ് കഴിഞ്ഞ് നമ്മൾ എഴുതാറില്ലേ. അങ്ങനെ ചെയ്യുന്നതാണ് എന്ത്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അവസാനം എന്ത് ഇടാറുണ്ട്, സെമികോളൻ ഇടാറ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സ്റ്റേറ്റ്മെന്റ് അവസാനം എന്ത് ഉണ്ടാവും, സെമികോളൻ ഉണ്ടാവും. സെമികോളൻ ഇല്ലെങ്കിൽ എന്ത് വരും, നമുക്ക് എറർ അടിക്കും. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. യൂസ് ടു ഇൻപുട്ട് ഡാറ്റ ഇൻ എ പ്രോഗ്രാം. ആ പ്രോഗ്രാമിലോട്ടേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, സീൻ ഗ്രേറ്റർ ദാൻ എന്താണ്, എക്സ്. കാരണം ഇങ്ങനെ കൊടുത്താൽ മാത്രമേ എന്താവുള്ളൂ, നമുക്ക് ഇൻപുട്ട് ആയിട്ടൊരു ഡാറ്റ നമുക്ക് ആ ഒരു ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ യൂസ് ടു ഔട്ട്പുട്ട് ഡാറ്റ. നമുക്ക് ഔട്ട്പുട്ട്, നമ്മൾ ഇൻപുട്ട് കൊടുത്തു, നമുക്ക് തിരിച്ച് ഔട്ട്പുട്ട് കിട്ടണ്ട, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, Cout << x. അപ്പോൾ ഓർത്ത് വെക്കുക, സീൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി Cin അങ്ങനെ ആലോചിച്ചാൽ മതി. Cin എന്ന് പറയുന്നത് എന്താ, ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ എന്താ, Cout എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട്. അങ്ങനെ രീതി നിങ്ങൾ ആലോചിച്ച് വെക്കുക. സീൻ എന്ന് പറയുമ്പോൾ എന്താ, ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും Cout എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ ആണ് എന്ത്, Coutഉം Cin എന്ന് പറയുന്നത്. നെക്സ്റ്റ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, അസൈൻ ചെയ്യുക. ഞാൻ കാണിച്ചല്ലോ, ഇപ്പൊ x = 25 എന്ന് വെച്ചാൽ എക്സിൻ്റെ അകത്തേക്ക് എന്ത് അസൈൻ ചെയ്തു, 25 എന്ന വാല്യൂ നമ്മൾ അസൈൻ ചെയ്തു. ഇതാണ് എന്ത്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലായാലും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ആണ്. ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂട്ടബിൾ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഡിക്ലറേഷൻ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, then എന്താണ്, അസൈൻമെന്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആദ്യം ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ എഴുതുന്നത്, ഇപ്പോൾ ഇൻഡ് A = 5 എന്നൊക്കെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഇൻപുട്ടാണ്, Cin എന്ന് വെച്ചാൽ ഇൻപുട്ട് കൊടുക്കുന്നത്. നമ്മൾ ഡാറ്റ ഒരു ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, Cin എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഔട്ട്പുട്ട് വെച്ചാൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് കൊടുത്തു, അത് തിരിച്ച് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, Cout എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താണ്,
അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ടു സ്റ്റോർ ദ ഡാറ്റ ഇൻ എ മെമ്മറി ലൊക്കേഷൻ. നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ x=25 എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു 25 എന്ന വാല്യൂ ആണ് നമ്മൾ എന്തിലോട്ടേക്ക് സ്റ്റോർ ചെയ്തത്, എക്സിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്തത്. പിന്നെ അതുകൂടാതെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം, എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും എൻഡിൽ എന്തുണ്ടാവും, സെമി കോളൻ ഉണ്ടാവും അല്ലേ. സെമി കോളൻ ഇല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, എറർ അടിക്കും. ഓക്കെ ആണ്, ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലേ. ഓക്കെ, അടുത്തതായി നമ്മൾ പറയുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ C++ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ആർ യൂസ്ഡ് ടു ഓൾട്ടർ ദ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം, ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ്റെ ആ ഒരു എക്സിക്യൂഷൻ്റെ ഫ്ലോ നമ്മൾ എന്ത് ചെയ്യുക, ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂട്ട് എന്ന് പറയുമ്പോൾ അത് വർക്ക് ചെയ്യുക, റൺ ആവുന്നു. ആ എക്സിക്യൂഷൻ്റെ ഫ്ലോ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതിനെ അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ 2 ടൈപ്പ് ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ്, ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഡിസിഷൻ മേക്കിംഗ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. 2 ടൈപ്പ് കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, C++ പ്രോഗ്രാമിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്? നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ ഫ്ലോ നമ്മൾ എന്ത് ചെയ്യുക, ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ എന്താണ്, കൺട്രോൾ ചെയ്യുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എത്ര ടൈപ്പ് ഉണ്ട്, 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്, ഡിസിഷൻ മേക്കിംഗ് ഓർ എന്താണ്, സെലക്ഷൻ മേക്ക്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്.